ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ വലിയൊരു അധികാര കൈമാറ്റത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. കെയർ സ്റ്റാമർ രാജിവെച്ചതിനെ തുടർന്ന് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പുതിയ പ്രധാനമന്ത്രി ആന്റി ബേൺഹാം എത്തിയിരിക്കുന്നു. 10 വർഷത്തിനിടയിൽ ബ്രിട്ടനിൽ അധികാരമേൽക്കുന്ന 7ാമത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ലേബർ പാർട്ടിയുടെ തലപ്പത്തേക്കും അതുവഴി ഡൌണിംഗ് സ്ട്രീറ്റിലേക്കും മത്സരമില്ലാതെയാണ് ബേൺഹാം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ജീവിത ചെലവിന വർധനയും നേരിടുന്ന ഒരു രാജ്യത്തെ നയിക്കുക അദ്ദേഹത്തിന് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ആരാണ് ആന്റി ബേൺഹാം? എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി UK രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആരാണ് ആന്റി ബേൺഹാം എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ജനതയ്ക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് ഓർമ്മ വരിക മേയർ ഓഫ് മാഞ്ചസ്റ്റർ എന്ന നിലയിലായിരിക്കും. ലണ്ടൻ കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൽ നിന്നും മാറി സാധാരണക്കാരുടെ ശബ്ദമായി മാഞ്ചസ്റ്ററിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹം. മാഞ്ചസ്റ്റർ മേയർ പദവിയിൽ നിന്ന് വെസ്റ്റ്മിനിസ്റ്ററിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ലേബർ പാർട്ടിയിൽ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. വ്യക്തമായ ഇടതുപക്ഷ അനുഭാവമുള്ള നയങ്ങളാണ് ബേൺഹാം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വന്തം രാഷ്ട്രീയ സമീപനത്തെ മാഞ്ചസ്റ്ററിസം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതായത് കോർപ്പറേറ്റുകൾക്ക് മാത്രം ഗുണം ചെയ്യുന്ന ട്രിക്ലിംഗ് ഡൗൺ സാമ്പത്തിക നയങ്ങൾ, നവ ലിബറലിസത്തിനും എതിരായ ബിസിനസ് സൗഹൃദപരമായ സോഷ്യലിസ്റ്റ് നയമാണിത്. 1980കളിൽ ബ്രിട്ടൻ എടുത്ത തെറ്റായ രാഷ്ട്രീയ തീരുമാനങ്ങൾ കാരണം ജനങ്ങൾക്ക് കൈവിട്ടുപോയ വെള്ളം, പാർപ്പിടം തുടങ്ങിയ പൊതുസേവനങ്ങളെ തിരികെ പൊതു നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്നാണ് ബേൺഹാം ശക്തമായി വാദിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം UK കാണാനിരിക്കുന്ന ഏറ്റവും വലിയ പൊതുഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമിടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ബേൺഹാമിനെ ഒരു എക്സ്ട്രീം ലിബറൽ നേതാവായിട്ടാണ് വിശേഷിപ്പിച്ചത്. അധികാരമേൽക്കുന്നതോടെ ബ്രിട്ടന്റെ ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാണ് ബേൺഹാം പദ്ധതിയിടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അധികാര വികേന്ദ്രീകരണം. ലണ്ടനിലെ ഡൌണിംഗ് സ്ട്രീറ്റിൽ മാത്രം ഒതുങ്ങുന്ന ഭരണാധികാരത്തെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇതിന്റെ ഭാഗമായി നമ്പർ 10 നോർത്ത് എന്ന പേരിൽ മാഞ്ചസ്റ്റർ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ഓഫീസ് സംവിധാനം കൂടി അദ്ദേഹം കൊണ്ടുവരും. അതുപോലെ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ഒരു 10 വർഷത്തെ ദീർഘകാല പദ്ധതി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പുനർവ്യാവസായികവൽക്കരണം, പാർപ്പിട വികസനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായിരിക്കും ഇതിൽ മുൻഗണന. പബ്ലിക് ട്രാൻസ്പോർട്ട്, വാട്ടർ, എനർജി എന്നീ മേഖലകളിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം നൽകാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രഖ്യാപനങ്ങൾ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ലേബർ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണ് ബേൺഹാമിന് മുന്നിലെ ആദ്യ കടമ്പ. കൂടാതെ ബ്രിട്ടീഷ് സ്റ്റീലിന്റെ ദേശസാൽക്കരണവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പുതിയ നയതന്ത്ര തർക്കങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളും അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയ്ക്കുള്ള ചെലവുകൾ കൂട്ടാനും അതേസമയം ജീവിത ചെലവ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകാനും പുതിയ പ്രധാനമന്ത്രിക്ക് സാധിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും. സോഷ്യലിസ്റ്റ് ആശയങ്ങളൂന്നിയുള്ള അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ ബ്രിട്ടനെ എങ്ങോട്ട് നയിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.